വീടിന്റെ പിന്നാമ്പുറത്തെ വാഴക്കൂട്ടത്തിൽ വെച്ചോ മരങ്ങളുടെ മറവിൽ വെച്ചോ ഒരു കടലാസ് ബീഡിയെങ്കിലും പുകയ്ക്കാതെ ഒരു തലമുറയും കടന്നു പോയിട്ടില്ല. അന്ന് ഉള്ളിലേക്ക് ചെന്ന പുക ചുമയായി പുറത്തു വന്നപ്പോൾ അത് കേട്ട് ഓടി വന്ന അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയ അടി ഇന്ന് ഓർക്കുമ്പോൾ സുഖമുള്ള ഗൃഹാതുരത്വമുള്ള ഒരു ഓർമ്മയാണ്. എന്നാൽ ഇന്നത്തെ തലമുറ അതിൽ നിന്നൊക്കെ ഒരുപാട് വളർന്നു കഴിഞ്ഞിരിക്കുന്നു. അവരുടെ പുസ്തക സഞ്ചിയിൽ നിന്ന് ഇന്ന് നമ്മൾ കണ്ടെടുക്കുന്നത് മയക്കുമരുന്നോ കഞ്ചാവ് ബീഡിയോ ആണ്. എങ്ങനെയാണ് ഈ രാക്ഷസക്കൂട്ടം നമ്മുടെ കുട്ടികളുടെ ഇടയിലേക്ക് ഇത്രമേൽ ആഴ്ന്നിറങ്ങിയത്? ഇന്നത്തെ ചിന്താവിഷയം ചർച്ച ചെയ്യുന്നു. എങ്ങനെ രക്ഷിച്ചെടുക്കും നമ്മുടെ തലമുറയെ മയക്കുമരുന്ന് മാഫിയയിൽ നിന്ന്? ഞാൻ ജിതേഷ് കൃഷ്ണ. എല്ലാവർക്കും സ്വാഗതം തോട്ട് ഓഫ് ദ ഡേയിലേക്ക്. കഴിഞ്ഞ വർഷം കേരള പോലീസ് രജിസ്റ്റർ ചെയ്ത മയക്കുമരുന്ന് കേസുകളുടെ എണ്ണം 5021. ഈ വർഷം 2022 ജനുവരി മുതൽ മെയ് വരെയുള്ള മയക്കുമരുന്ന് കേസുകളുടെ രജിസ്റ്റർ ചെയ്യപ്പെട്ട മയക്കുമരുന്ന് കേസുകളുടെ എണ്ണം 8124. ഈ ഭീകരമായ വർധനവ് തന്നെ വെളിവാക്കുന്നുണ്ട് എത്രമേൽ ആഴത്തിലാണ് മയക്കുമരുന്ന് മാഫിയ നമ്മുടെ കുട്ടികളുടെ ഇടയിലേക്ക് ആഴ്ന്നിറങ്ങിയിരിക്കുന്നത് എന്ന്. എങ്ങനെയാണ് നമ്മുടെ കുട്ടികളെ നമ്മളിതിൽ നിന്ന് രക്ഷിച്ച് എടുക്കുന്നത്? സ്കൂൾ കോളേജ് വിട്ട് വരുന്ന സ്വന്തം മകളുടെ പുസ്തക സഞ്ചിയിൽ മയക്കുമരുന്നുണ്ടോ കഞ്ചാവുണ്ടോ എന്ന് പരിശോധിക്കേണ്ടി വരുന്ന അമ്മയുടെ ഗതികേട്, അച്ഛൻ്റെ നിസ്സഹായാവസ്ഥ നമുക്ക് ഊഹിക്കാൻ കഴിയണം. അതുകൊണ്ട് തന്നെ ഇനിയൊരു കുട്ടിയെയും ഇവർക്ക് വിട്ടുകൊടുക്കില്ല എന്ന് പൂർണ്ണമായും ഉറപ്പിച്ചാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. ഓരോ പൗരനും ശരിയായ ശാരീരിക മാനസിക ആരോഗ്യത്തോടെ വളരുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട ചുമതല സ്റ്റേറ്റിനാണ്. എന്നാൽ സ്റ്റേറ്റ് അതിൻ്റെ സംവിധാനങ്ങളും പരാജയപ്പെടുന്നത് കൊണ്ടാണ് ഇത്രമേൽ മയക്കുമരുന്ന് മാഫിയ നമ്മുടെ കുട്ടികളുടെ ഇടയിൽ പിടിമുറുക്കിയിരിക്കുന്നത്. എൻ്റെ നാട്ടിൽ നിന്ന് തന്നെ മയക്കുമരുന്ന് വിതരണം ചെയ്തതിൻ്റെ പേരിൽ പിടിക്കപ്പെട്ട ഒരു കുട്ടി പറഞ്ഞത്, ചേട്ടന്മാർ പറയുന്ന പൊതി കൂട്ടുകാർക്ക് എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വയറ് നിറയെ ഭക്ഷണം കിട്ടുമെന്നാണ്. ഒരു നേരത്തെ കൊതിപ്പിക്കുന്ന ഭക്ഷണത്തിന് വേണ്ടിയോ അല്പം പണത്തിന് വേണ്ടിയോ അവർ ചെയ്യുന്ന ഈ നിയമവിരുദ്ധ പ്രവൃത്തി തൻ്റെ കൂട്ടുകാരുടെ തന്നെ മാനസിക ശാരീരിക ആരോഗ്യത്തെ എത്രമേൽ നശിപ്പിക്കുമെന്ന് ഒരുപക്ഷെ അവന് തിരിച്ചറിയാൻ കഴിയാതെ പോയിട്ടുണ്ടാവും. പക്ഷെ നമുക്കറിയാം ഒരു തലമുറയെ എങ്ങനെയാണ് മയക്കുമരുന്ന് കാർന്ന് തിന്നുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആവർത്തന വിരസങ്ങളായ വാർത്തകളുടെ ഇടയിലേക്ക് മയക്കുമരുന്ന് പിടിച്ചെടുത്ത വാർത്തകളെ തള്ളിക്കളയുന്നതിന് മുൻപേ നമുക്ക് ഉണർന്ന് പ്രവർത്തിക്കണം. അല്ലായെങ്കിൽ പഞ്ചാബിൻ്റെ വഴിയേ ആയിരിക്കും നമ്മുടെ കേരളവും സഞ്ചരിക്കുക. ഒരു തലമുറ മുഴുവൻ മയക്കുമരുന്നിന് അടിമപ്പെട്ടു പോയ കഥ പറയുന്നതിനുണ്ട് പഞ്ചാബിന്. ഇനിയും നമ്മൾ അമാന്തിച്ചു നിന്നാൽ അത്തരമൊരു ദുഃഖകരമായ ഭീതിപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് നാമും വീണു പോകും. ഓരോ കുട്ടിയും ശരിയായ ആരോഗ്യ മാനസിക നിലയിൽ തന്നെയാണ് എന്നുള്ളത് എപ്പോഴും ഉറപ്പുവരുത്തേണ്ട ചുമതല കൂടെ നമ്മൾ ഏറ്റെടുക്കണം. അതാത് രംഗത്തെ വിദഗ്ധരെ കൊണ്ട് ഏറ്റവും കുറഞ്ഞത് മാസത്തിൽ ഒരിക്കലെങ്കിലും കുട്ടികളെ മുഖാമുഖം മീറ്റ് ചെയ്ത് അവരുടെ ശാരീരിക ആരോഗ്യ മാനസിക നില ഉറപ്പുവരുത്താൻ നമ്മൾ സംവിധാനമൊരുക്കണം. അങ്ങനെ കുട്ടികൾക്ക് നൽകുന്ന കൗൺസിലിങ്ങിലൂടെ കുട്ടികൾക്ക് എന്തെങ്കിലും തെറ്റുപറ്റി പോയിട്ടുണ്ടോ, അവരുടെ പാതയിൽ അവർ വ്യതിചലിച്ചു പോയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയും. ആർക്കെങ്കിലും ഇനി തെറ്റുപറ്റി പോയിട്ടുണ്ട് എങ്കിൽ അവരുടെ തെറ്റ് തിരുത്തി അവരെ മുഖ്യധാരയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും നമുക്ക് പറ്റും. എന്നാൽ മാത്രമേ കുട്ടികളുടെ ഓരോ നിമിഷവും ചേർത്ത് പിടിച്ച് അവരെ ഈ രാക്ഷസക്കൂട്ടങ്ങളിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. വിട്ടുകൊടുക്കില്ല ഇനിയൊരു കുട്ടിയെയും ഈ രാക്ഷസന്മാരുടെ കൈകളിലേക്ക് എന്ന് ദൃഢപ്രതിജ്ഞയെടുത്ത് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും പൊതുസമൂഹത്തിൻ്റെ, പോലീസിൻ്റെ, രക്ഷിതാക്കളുടെ, അധ്യാപകരുടെ പിന്തുണയുണ്ടാവുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്താവിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.